ആശമാരെവിടെ? സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്ത ആശമാർ മെയ് ദിനത്തിൽ ലോക തൊഴിലാളി ദിനം പ്രമാണിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഫ്ലാഗ് ഓഫ് ചെയ്ത ഒരു ചടങ്ങുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള രാപ്പകൽ കാൽനട ജാഥ. അത് എവിടെ വരെ എത്തി എന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. മാധ്യമങ്ങളും മറന്നു, ജനപ്രതിനിധികളും മറന്നു, എല്ലാ മനുഷ്യന്മാരും മറന്നു ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ. എന്തിന്റെ കേടായിരുന്നു എനിക്ക് എന്ന് സ്വയം ഇപ്പോൾ ആശമാർക്ക് തോന്നുന്നുണ്ടാകും. മെയ് 5 മുതലാണ് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് രാപ്പകൽ കാൽനട ജാഥ ആശമാർ തുടങ്ങിയത്. പിണറായി സർക്കാർ 4ാം വാർഷികം ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വികസന പ്രവർത്തനങ്ങളെയും ഇതുവരെ സർക്കാർ നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങളെയും ഒക്കെ പൊതുജനത്തിനെ ബോധവൽക്കരിക്കുന്നതിനായി ഒരു യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. അതിനെ അട്ടിമറിക്കാൻ ആ യാത്രയ്ക്ക് സമാന്തരമായി ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുമെന്നും ഓരോ പൊതുസ്ഥലങ്ങളിലും ആൾക്കാരെ വിളിച്ചുകൂട്ടി സ്വീകരണം ഏർപ്പെടുത്തി ഞങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി പിണറായി സർക്കാരിനെതിരെ ഒരു ജനവികാരം ഉണർത്തിയെടുക്കുമെന്നുമായിരുന്നു ആശമാരുടെ വെല്ലുവിളി. എന്നിട്ടിപ്പോൾ എന്തായി? പവനായി, ശവമായി എന്നേ പറയാനുള്ളൂ. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, അമ്പും വില്ലും? ആശമാർ എവിടെ എന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് പോലും അറിയില്ല എന്നതാണ് അവസ്ഥ. പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് സത്യസന്ധമായ കാര്യങ്ങൾ ഇന്ത്യയും കേരളത്തിലും നടക്കുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാതെ ആശമാരുടെ ഈ കുട്ടിക്കളിക്ക് പിന്നാലെ നടക്കാൻ പൊതുജനത്തിന് സമയവും താല്പര്യവും ഇല്ല. അല്ല, പൊതുജനത്തിന്റെ കാര്യം മാത്രമല്ല കേട്ടോ, കൂടെ നിന്ന് തുള്ളിച്ച ജനപ്രതിനിധികളുടെ കാര്യവും ഇത് തന്നെയാണ്. ആശമാരുടെ രാപ്പകൽ കാൽനട ജാഥ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിൽ ഒന്നാകുമെന്നും ജനപ്രതിനിധികൾ അണിനിരന്നു നിന്നുകൊണ്ട് കേരളം തരിച്ചു നിൽക്കുമെന്നും ഒക്കെ പറഞ്ഞത് വെറുതെയായി. KPCC അധ്യക്ഷനെ ചൊല്ലിയുള്ള തർക്കം, തൃശൂർ പൂരം, ഇന്ത്യ പാകിസ്ഥാൻ കൊടുത്ത വെടിക്കെട്ട്, ഇതിനൊക്കെ ഇടയിൽ ആശമാരുടെ ചെരുപ്പ് തേഞ്ഞ് വാറുപൊട്ടി മാഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ മതി. വല്ലാത്തൊരു ഗതികേടായിപ്പോയി. കിട്ടിക്കൊണ്ടിരുന്ന പോക്കറ്റ് മണി കിട്ടാതായപ്പോൾ ആശമാരുടെ ശൗര്യവും കുറഞ്ഞു, മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ഹൈപ്പും കുറഞ്ഞു. ഓണറേറിയം വർധനവും വിരമിക്കൽ ആനുകൂല്യവും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തോട് മുഖം തിരിക്കുന്ന സർക്കാരിനെതിരെ എന്ന വെല്ലുവിളിയോടെ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരജാഥ 5-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. 45 ദിവസം നീണ്ടു നിൽക്കുന്ന സമരജാഥ ജൂൺ 17-ന് മഹാറാലിയോടെ തിരുവനന്തപുരത്ത് സമാപിക്കുമെന്നാണ് അവർ പറയുന്നത്. സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരം സമാന്തരമായി തുടരുകയും ചെയ്യുമെന്നും പറയപ്പെടുന്നുണ്ട്. മുടിമുറിക്കൽ സമരം, മഹാസംഗമം, പൗരസംഗമം, നിയമസഭാ മാർച്ച്, ഉപരോധം, അങ്ങനെ ഒട്ടനവധി സമര പരിപാടികൾക്കാണ് 84 ദിവസം തലസ്ഥാന നഗരം സാക്ഷിയായത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MA ബിന്ദു ക്യാപ്റ്റനായ യാത്ര തെരുവിലുറങ്ങി ജനപിന്തുണ ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. കാര്യമൊക്കെ നല്ലത് തന്നെ. ഞാൻ ആശാ തൊഴിലാളികളുടെ നേതാവാണെന്ന് പറഞ്ഞ് ആശാ തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുമൊക്കെ നിങ്ങൾക്കിടയിൽ കിടന്ന് ആകെ ബഹളം കൂട്ടിയ കുറച്ച് നേതാക്കന്മാർ ഉണ്ടായിരുന്നല്ലോ. അവരെ കൂടി ഈ കാൽനട ജാഥയ്ക്ക് കൂടെ കൂടണം. ഒന്നുമില്ലെങ്കിലും കുറച്ച് നടന്ന് കാലെങ്കിലും കുഴയുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് തിന്ന നേതാക്കന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പിന്നെയും കാട്ടിക്കൂട്ടാൻ തോന്നും. ഒന്നുറപ്പാണ്, ഈ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇനി ഇമാതിരി പ്രഹസനവുമായിട്ട് മുന്നോട്ടിറങ്ങാൻ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കും അവരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങുന്നവർക്കും ഒരു ചെറിയ ഭയമുണ്ടാകും.